നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എരുമേലി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തിക്കുന്ന സ്ഥലം സംബന്ധിച്ച് തുടരുന്ന പ്രതിസന്ധിക്ക് പരിഹാരം വൈകുന്നു. 3 മാസത്തിനുള്ളിൽ ഒഴിയണമെന്ന പാലാ സബ് കോടതി ഉത്തരവിനെതിരെ ഇതുവരെയും മേൽക്കോടതിയിൽ അപ്പീൽ നൽകിയില്ല. തീർത്ഥാടന കാലം ആരംഭിക്കാൻ 2.5 മാസം മാത്രം ബാക്കി നിൽക്കെ അനുകൂല വിധി ലഭിച്ചില്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സെന്ററും ബസ് സ്റ്റാൻഡും ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും. ചൂണ്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിനെതിരായി വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയതായി ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ. ബാങ്കിനും പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ച കക്ഷികൾക്കെതിരെ ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ. തലയോലപ്പറമ്പിൽ കാൽപാദത്തിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി കാൽനട യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. കോട്ടയം എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആവേ മരിയ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടമുണ്ടാക്കിയത്. അമിത സ്പീഡിൽ വന്ന് വെട്ടിക്കാട്ടുമുക്കിൽ ബസ് മറിഞ്ഞ് വൻ അപകടമുണ്ടാക്കിയതും ഇവരുടെ വാഹനം തന്നെ. എരുമേലി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തിക്കുന്ന സ്ഥലം സംബന്ധിച്ച് തുടരുന്ന പ്രതിസന്ധിക്ക് പരിഹാരം വൈകുന്നു. ഉടമസ്ഥത അവകാശപ്പെട്ട് പൊൻകുന്നം ചിറക്കടവ് സ്വദേശി നൽകിയ കേസിൽ 3 മാസത്തിനുള്ളിൽ ഒഴിയണമെന്ന് പാലാ സബ് കോടതി ഉത്തരവിട്ടിരുന്നു. തീർത്ഥാടനകാലം ആരംഭിക്കാൻ 2.5 മാസം മാത്രം ബാക്കി നിൽക്കെ മേൽക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചില്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സെന്ററും ബസ് സ്റ്റാൻഡും KSRTC ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും. KSRTC മാനേജ്മെന്റിനോട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനും ദേവസ്വം ബോർഡിനോട് കേസിൽ കക്ഷി ചേരാനും കഴിഞ്ഞ 11-ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനം എടുത്തു. എന്നാൽ നിയമപരമായ തുടർ നടപടികൾ വൈകുകയാണ്. തീർത്ഥാടന കാലം ആരംഭിക്കാൻ 2.5 മാസം മാത്രം ബാക്കി നിൽക്കെ ഈ കേസിൽ മേൽക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചില്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സെന്ററും ബസ് സ്റ്റാൻഡും KSRTC ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും. ബസ് സ്റ്റാൻഡ് ഓപ്പറേറ്റിംഗ് സെന്റർ കെട്ടിടത്തിന്റെ ബലക്ഷയത്തെ തുടർന്ന് താൽക്കാലികമായി ഓഫീസ് പ്രവർത്തിക്കുന്നതിന് ദേവസ്വം ബോർഡിന്റെ 3 മുറികൾ KSRTCക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ട് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA മുൻപ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് കത്ത് നൽകിയിട്ടുള്ളത്. KSRTC എരുമേലി ഓപ്പറേറ്റിംഗ് സെന്ററും ടിക്കറ്റ് ആൻഡ് ക്യാഷ് ബ്ലോക്കും ശുചിമുറി ബ്ലോക്കും അടങ്ങുന്ന കെട്ടിടം ഉപയോഗയോഗ്യമല്ലെന്ന് കാണിച്ച് പൊതുമരാമത്ത് കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പൊൻകുന്നം അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA നിർദ്ദേശപ്രകാരം ഇവിടെ പരിശോധനയും നടത്തിയിരുന്നു. ഈ കെട്ടിടത്തിന്റെ അടിത്തറ ഇടിഞ്ഞു താണ് ഭിത്തിയും തറകളും വിള്ളലുകൾ വീണിട്ടുള്ളതും ശുചിമുറി ബ്ലോക്കിന്റെ മേൽക്കൂരയും ഭിത്തിയും ചേരുന്ന ഭാഗത്തും വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിനാൽ ഈ കെട്ടിടം ഉപയോഗയോഗ്യമല്ലെന്നാണ് കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, എരുമേലി. ചൂണ്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിനെതിരായി വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ പാലാ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകിയതായും ബാങ്കിനും പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ച കക്ഷികൾക്കെതിരെ ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടതായും ശക്തമായ പ്രചാരണവും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബാങ്ക് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എല്ലാ സാമ്പത്തിക വർഷവും നടത്തുന്ന ഓഡിറ്റിൽ നിന്ന് സെക്രട്ടറിക്ക് എതിരെയോ ബാങ്കിനെതിരെയോ യാതൊരു തരത്തിലുള്ള പരാതികളോ ആക്ഷേപങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് ടോമി ഫ്രാൻസിസ് പൊരിയത്ത്, വൈസ് പ്രസിഡന്റ് CD ദേവസ്യ ചെറിയമ്മാക്കൽ, ഭരണസമിതി അംഗങ്ങളായ സാബു ജോസഫ് ഔസേപ്പറമ്പിൽ, ജിജി ജോസഫ് തെങ്ങുംപള്ളിൽ, ജിസ്മോൻ ജോസ് തുടിയൻ പ്ലാക്കൽ, അമ്പിളി MG മുടിയന്തനത്ത് കുന്നേൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ പരാതിയിൽ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്ന ജോസഫ് പുതിയ കുന്നേൽ കയ്യൂർ PO എന്നയാൾ 2017 ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ലോണെല്ലാം ക്ലോസ് ചെയ്തു പോയ ആളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ആകെയുള്ളത് 15,000 രൂപയിൽ ഒരു ആൾജാമ്യ ലോൺ മാത്രമേ ഉള്ളൂ. അത് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ അതിൽ നിയമ നടപടികളായി ജപ്തി ഉത്തരവായി അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോയി. ഈ അടുത്ത ആഴ്ചയിൽ അതിൻ്റെ ജപ്തി നടപടികളൊക്കെ പൂർത്തിയാവും. പിന്നെ ഉലകണ്ണൻ MO മേനാശ്ശേരിയിൽ ഉൾനാട് സ്വദേശിയാണ്. അദ്ദേഹം 2012 നമ്മുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അതിനുശേഷം പലിശ അടച്ച് 2013 അത് പുതുക്കി വെച്ചു. അതൊരു പ്രക്രിയ. എല്ലാ ബാങ്കുകളിലും പലിശ അടച്ചു കഴിഞ്ഞാൽ ലോൺ പുതുക്കി കൊടുക്കണം. അദ്ദേഹം ആദ്യം അതിനുശേഷം ഇത് കുടിശ്ശികയായി പിന്നീട് പണം ഒന്നും അടയ്ക്കാൻ പറ്റാവുന്ന അയാൾ പറഞ്ഞു അദ്ദേഹം ലോൺ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ലോണേ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലോൺ എടുക്കാതെ വന്നപ്പോൾ എങ്ങനെയാണ് അയാൾ ആർബിട്രേഷൻ ഞങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഹിയറിങ്ങിന് ഹാജരായ അദ്ദേഹം പറഞ്ഞത്
പറഞ്ഞപ്പോൾ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ വസ്തുവിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റ്, സൈറ്റ് പ്ലാന്, വീട്ടിലിരിക്കുന്ന ആധാരം, ഇതെല്ലാം എങ്ങനെ ബാങ്കിൽ ഒന്നും ലോൺ എടുത്തില്ല എങ്കിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒപ്പ് ഞാൻ ഇട്ടതല്ല, തമ്പ് ഇംപ്രഷൻ്റെ അല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടി ആവശ്യപ്രകാരമായിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പരിശോധനയ്ക്ക് അയച്ചു. ഇത് പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ഫോറൻസിക്കും തമ്പ് ഇംപ്രഷനും സൈനും ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നിയമ നടപടികളായി അതും ജപ്തി ഉത്തരവായതാണ്. പിന്നെ ടിബിൻ തോമസ് വേലിക്കകത്ത്, ടിബിൻ എന്തിനാണ് ഈ ഇതിൽ വന്നതെന്നുള്ളത് പിന്നീട് ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. ടിബിൻ ആകെ ഒരു ചെറിയ ആൾജാമ്യ ലോൺ മാത്രമേ ഉള്ളൂ, അതും നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഡൊമിനിക് മാത്യു വടക്കേമുളഞ്ഞാൽ, ഉൾനാട് സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ലോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചുണ്ടശ്ശേരി ബാങ്കിൽ ഒരു ലോണും ഇല്ല. ഡൊമിനിക് മാത്യു വടക്കേമുളഞ്ഞാലിൽ ഒരു ലോണും ഇല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ആദ്യം ബാങ്കിൻ്റെ വർഷമതി വരുന്നത് 2013 അതിനു മുമ്പേ ആ ലോൺ അദ്ദേഹം അടച്ചു തീർത്തതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്കിൻ്റെ ചിലവിൽ അദ്ദേഹത്തിൻ്റെ ആധാരം തിരികെ എഴുതി നൽകണമെന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു നിയമമില്ല ആ സമയം. ഇപ്പോഴാണല്ലോ ഈ ഗഹാനൊക്കെ വന്നത്. അതിനു മുമ്പ് ഈ പണയാധാരം ഉണ്ടായ സമയത്ത് അന്ന് പണയാധാരം രജിസ്റ്റർ ചെയ്ത് ബാങ്ക് പ്രസിഡന്റ് പേർക്കാണ് അത് ഇന്നും അതെ, എല്ലാ ബാങ്കിലും, എല്ലാ സബ് രജിസ്റ്റർ ഓഫീസിലും. അത് പിന്നീട് തിരികെ എഴുതി കൊടുക്കേണ്ടതും അതാത് സമയത്തെ ഭരണസമിതി നയിക്കുന്ന പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ചെലവ് ബാങ്ക് വഹിക്കണമെന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി അദ്ദേഹം ജില്ലാ ജോയിൻറ്റ് രജിസ്ട്രാർ എടുത്ത്, അസിസ്റ്റന്റ് രജിസ്ട്രാർ എടുത്ത്, രജിസ്ട്രാർ എടുത്ത്, ട്രൈബ്യൂണലിൽ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒക്കെ കേസ് ഫയൽ ചെയ്തു. കാൽപാദത്തിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി കാൽനട യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. ഉദയനാപുരം വൈക്കപ്രയാർ കമ്മട്ടിത്തറ രമണിക്കാണ് പരിക്കേറ്റത്. 73 വയസ്സുണ്ട്. തലയോലപ്പറമ്പ് ജംഗ്ഷന് സമീപം ബസ് സ്റ്റാൻഡിൻ്റെ പ്രവേശന കവാടത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വയോധിക ബസ്സിടിച്ച് വീഴുകയും ഇവരുടെ ഇടതുകാൽ പാദത്തിലൂടെ ബസ് കയറിയിറങ്ങുകയുമായിരുന്നു. കോട്ടയം എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആവേ മരിയ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടമുണ്ടാക്കിയത്. കാലിൻ്റെ വിരലുകൾ ചതഞ്ഞരിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ഉടൻ തന്നെ തലയോലപ്പറമ്പ് ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കൂടുതൽ ചികിത്സകൾക്കായി പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടമുണ്ടാക്കിയ ബസ് മാറ്റിയിടാൻ പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും ഇതിനിടെ ബസ് അവിടെ നിന്നും കൊണ്ടുപോയതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പിന്നാലെ എത്തിയ ആവേ മരിയ ബസ്സുകൾ തടഞ്ഞു. ആവേ മരിയ ബസ്സുകളുടെ അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപമുണ്ട്. അമിത വേഗതയിൽ വന്ന് വെട്ടിക്കാട്ടുമുക്കിൽ ബസ് മറിഞ്ഞ് വൻ അപകടമുണ്ടാക്കിയതും ഇവരുടെ വാഹനം തന്നെയായിരുന്നു. ഈ വാഹനത്തിന് പെർമിറ്റ് പോലും ഇല്ല എന്നും വിവരമുണ്ട്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് CMS കോളേജിൽ ഉണ്ടായ സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന 50ഓളം പേർക്കെതിരെ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു. കോളേജ് പ്രിൻസിപ്പലിൻ്റെ പരാതിയിലാണ് കേസ്. കോളേജിൽ നടന്ന അക്രമ സംഭവങ്ങളെ മാനേജ്മെന്റ് അപലപിച്ചു. എല്ലാ വ്യക്തികൾക്കും രാഷ്ട്രീയമുണ്ടെന്നും തങ്ങളുടെ അധ്യാപകരോ അനധ്യാപകരോ അവരുടെ രാഷ്ട്രീയം കോളേജിൽ പ്രകടമാക്കാറില്ലെന്നും കോളേജ് മാനേജ്മെന്റ് വ്യക്തമാക്കിയിരുന്നു. അധ്യാപകർ വിദ്യാർത്ഥികളെ മത്സരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതും വ്യാജ ആരോപണങ്ങളാണെന്നും അക്രമം നടന്നപ്പോൾ അത് തടയാൻ ശ്രമിച്ച രാഷ്ട്രീയ നേതാക്കളോടുള്ള നന്ദിയും മാനേജ്മെന്റ് അറിയിച്ചു. 1ാം വർഷ ഡിഗ്രി പ്രതിനിധി ഒഴികെ 15ൽ 14 സീറ്റും നേടി 37 വർഷത്തിനു ശേഷം KSU വിജയം കരസ്ഥമാക്കി. വ്യാഴാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിന് പിന്നാലെ മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിനൊടുവിൽ ഇന്നലെ രാവിലെയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. പതിറ്റാണ്ടുകളായി CMS കോളേജിൽ SFIയുടെ സർവാധിപത്യമായിരുന്നു. ചില വർഷങ്ങളിൽ 1-2 സീറ്റുകളിൽ KSU ജയിച്ചിരുന്നു എന്നതൊഴിച്ചാൽ യൂണിയൻ ലഭിച്ചിരുന്നില്ല. വ്യാഴാഴ്ച വൈകിട്ട് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായി ഫലപ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്നതിനു പിന്നാലെ കോളേജിൽ KSU SFI സംഘർഷമുണ്ടാവുകയായിരുന്നു. SFIയുടെ നേതൃത്വത്തിൽ കൗണ്ടിംഗ് സെന്റർ തകർക്കാൻ ഉൾപ്പെടെ ശ്രമം നടന്നതായി KSU ആരോപിച്ചു. സംഘർഷം വ്യാപിച്ചതോടെ ഇരുവിഭാഗങ്ങളിൽ നിന്നും മുതിർന്ന നേതാക്കളും നഗരത്തിലെ പ്രവർത്തകരും എത്തിയതോടെ സംഘർഷം ശക്തമായി. ഇരുപക്ഷത്തു നിന്നും പെൺകുട്ടികൾ ഉൾപ്പെടെ 50ഓളം പേർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എരുമേലി ശബരിമല വിമാനത്താവളത്തിന് വൈകാതെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അംഗീകാരം നൽകിയേക്കുമെന്ന് സൂചന. കഴിഞ്ഞ മാസമാണ് വിശദ പദ്ധതി രേഖ സംസ്ഥാനം സമർപ്പിച്ചത്. സൈറ്റ് ക്ലിയറൻസ്, പ്രതിരോധ ക്ലിയറൻസ് തുടങ്ങിയവ മുൻപ് ലഭിച്ചിരുന്നു. 7047 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിനും പുനരധിവാസത്തിനും വേണ്ടിവരുന്ന ചെലവ് ഉൾപ്പെടെയാണിത്. അതേസമയം വിമാനത്താവളത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി റവന്യൂ വകുപ്പ് നടത്തുന്ന ഫീൽഡ് സർവേ
എരുമേലി തെക്ക് വില്ലേജിൽ 18 ഹെക്ടർ പൂർത്തിയായി. സ്വകാര്യ ഭൂമിയിലാണ് സർവേ. ജൂലൈ 2-നാണ് സർവേ ആരംഭിച്ചത്. മണിമല വില്ലേജ് പ്രദേശത്ത് സർവേ പൂർത്തിയാക്കിയിരുന്നു. തുടർന്നാണ് എരുമേലി തെക്ക് വില്ലേജിൽ സർവേ ആരംഭിച്ചത്. 6 ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത്. എരുമേലി തെക്ക്, മണിമല വില്ലേജുകളിൽ നിന്ന് 1039.87 ഹെക്ടറാണ് ഏറ്റെടുക്കുന്നത്. 4 മാസം കൊണ്ട് സർവേ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മണിമല വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 19 ഉൾപ്പെട്ട 73 പേരുടെ സ്ഥലങ്ങളാണ് സർവേ ചെയ്യാനുണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് ചെറുവള്ളി എസ്റ്റേറ്റ് പ്രദേശത്തെ സർവേ. ന്യൂസ് ബ്യൂറോ, എരുമേലി. രാമപുരം ഗ്രാമപഞ്ചായത്തിൽ UDFന് ലഭിക്കുന്ന ജനപിന്തുണയും രാഷ്ട്രീയ മേൽക്കൈയും കണ്ട് ഭയന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് LDF നടത്തിയ ആരോപണങ്ങൾ അപഹാസ്യമാണെന്ന് UDF നേതൃത്വം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതും ഒഴിവാക്കുന്നതുമായ നടപടികൾ UDF നേതൃത്വം കൃത്യമായി ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന പരാജയത്തിന് മുൻകൂർ ജാമ്യം നേടാൻ മാത്രമാണ് യാഥാർത്ഥ്യമില്ലാത്ത ഇപ്പോഴത്തെ ആരോപണങ്ങളെന്നും UDF ആരോപിച്ചു. 4 വർഷത്തിനിടയ്ക്ക് 8 പഞ്ചായത്ത് സെക്രട്ടറിമാർ മാറി വന്നിട്ടുണ്ട്. നിലവിൽ പഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലെന്ന് മാത്രമല്ല, ചാർജുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ അനുവദിച്ച് കിട്ടിയിട്ടുമില്ല. വികസന കാര്യങ്ങളിൽ യാതൊരു എതിരഭിപ്രായവും വിയോജിപ്പും നാളിതുവരെ രേഖപ്പെടുത്താത്ത LDF മെമ്പർമാർ ഭരണകാലാവധിയുടെ അവസാന മുഹൂർത്തത്തിൽ എല്ലാ കഥകളും ആരോപണങ്ങളുമായി വരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ്. UDF ഭരണസമയത്ത് 2023-24 പദ്ധതി ചെലവ് 85%, 2024-25 92.07% ഏകദേശം 300-ന് മുകളിലും ശരാശരി പദ്ധതികളുള്ള പഞ്ചായത്ത് കൂടിയാണ് ഇത്. പദ്ധതി ചെലവിൽ വളരെ താഴെയാണ് എന്നുള്ള ആരോപണം തെറ്റാണെന്നും നേതൃത്വം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ, പാർലമെന്ററി പാർട്ടി ലീഡർ KK ശാന്താറാം, പഞ്ചായത്ത് മെമ്പർമാരായ ആൽബിൻ അലക്സ്, സൗമ്യ സേവ്യർ, മനോജ് ജോർജ്, റോബി തോമസ്, ജോഷി ജോസഫ്, രജിത TR, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി കാര്യപ്പുറം, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PJ മത്തച്ചൻ പുതിയിടത്തുചാലിൽ, KDP നേതാവ് MP കൃഷ്ണൻ നായർ, RSP നേതാവ് CG വിജയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിലവിൽ നമ്മുടെ പദ്ധതി വിഹിതത്തിൻ്റെ ചെലവഴിച്ച കാര്യത്തിൽ 92.7% പദ്ധതി വിഹിതമാണ് 24-25 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ചെലവഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം 25-26 വാർഷിക പദ്ധതിയും നമ്മൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ച് നമ്മൾ വികസന പ്രവർത്തനവുമായി നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇന്നിവർ കുറേ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഒന്നാമതായി അവർ പറഞ്ഞിരിക്കുന്നത് പദ്ധതി വിഹിതത്തിൽ നടത്തിയ ചെലവുകൾ കുറവാണ്, അതുകൊണ്ട് വീട് മെയിൻ്റെനൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ആനുകൂല്യം ലഭിക്കാതെ പോകുന്നു എന്നാണ്. പക്ഷേ 2024-25 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ 101 വീട്ടുകാർക്ക് വീട് മെയിൻ്റെനൻസിനുള്ള ആനുകൂല്യം നൽകിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉഴവൂർ ബ്ലോക്കിൻ്റെ കീഴിലുള്ള 8 പഞ്ചായത്തുകളിൽ ഏറ്റവും അധികം വീടുകൾ നൽകി, 323 വീടുകൾ നൽകി. അതിനോടനുബന്ധിച്ച് അവർക്ക് വേണ്ടുന്ന ടോയ്ലറ്റുകളും നൽകി. അങ്ങനെ ആ രീതിയിൽ പദ്ധതിയുടെ വിനിയോഗം നടന്നു വരുന്നു. അതുപോലെ റോഡുകളുടെ കാര്യത്തിലാണേലും എല്ലാ വികസന മേഖലകളിലും UDF നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ അടിസ്ഥാനരഹിതമായ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ 18 വാർഡുകളിലേക്കും തുല്യമായിട്ടുള്ള വികസനം എത്തിക്കുന്ന വികസന നയം നടപ്പാക്കി UDF സർക്കാരിൻ്റെ UDF പഞ്ചായത്ത് ഭരണസമിതി. ആ ഭരണസമിതിയുടെ ഒരു കമ്മിറ്റിയിൽ പോലും ഒരു LDF മെമ്പർമാരും അഭിപ്രായ ആക്ഷേപവും വികസനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളിടത്ത് ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഇത്തരം ഒരു ആരോപണമായിട്ട് വരുമ്പോൾ മിനിമം ഒരു ചെറിയ പേപ്പറെങ്കിലും കൊണ്ടുവരണ്ടേ? 12 പാറമടയ്ക്ക് NOC വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പാറമടയുടെ ലൈസൻസിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. KSIFT എന്ന് പറയുന്ന സർക്കാരിൻ്റെ സിസ്റ്റത്തിനകത്ത് പഞ്ചായത്തിന് റോളുകളില്ല. NOC എന്ന് പറയുന്ന സംവിധാനത്തിന് പഞ്ചായത്ത് വരേണ്ട കാര്യമില്ല, ലൈസൻസിന് മാത്രമായിട്ട് വന്നാൽ മതി. അതുപോലെ സമയബന്ധിതമായിട്ട് കൊടുത്തില്ലെങ്കിൽ സെക്രട്ടറി അകത്ത് പോകുന്ന നിയമം ഉണ്ടാക്കി വെച്ച KSIFTൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ പാറമടകൾ. എന്നാൽ ഈ KSIFT നിയമം വരുന്നതിന് മുമ്പോ അതിനു മുമ്പ് അനധികൃതമായ പാറമടയ്ക്ക് വേണ്ടി അനുമതി കൊടുത്തതിന് വഴി അഴിമതി ആരോപണം നേരിട്ട് അവസാനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ബൈജു ജോൺ അടക്കമുള്ളവർ ഇവിടെ വന്ന് ആദർശ ഗീർവാണം അടിക്കുന്ന ഒരു പത്രസമ്മേളനമാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ഇത് ജനങ്ങളെ പരിഹസിക്കുന്ന തുല്യമാണ്. അത്രയ്ക്ക് ജനപിന്തുണയുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിയായ UDF ഭരണസമിതിക്ക് അനുകൂലമായി ജനങ്ങൾ നിൽക്കുമ്പോൾ ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം, ജനങ്ങൾ സംശയം ഉണ്ടാക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം മാത്രമാണുള്ളത്. അല്ലെങ്കിൽ ഇത്ര നാളും യാതൊരു ആക്ഷേപവും പറയാതെ കാലുമാറ്റവും കൂറുമാറ്റവും പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോലും ഒക്കെ നടന്ന ഒരു പഞ്ചായത്തിൽ
ആ പഞ്ചായത്തിൽ ഇതുവരെ ഒരു പേരിനെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കാത്തവരെ ഇപ്പം വന്ന് പറയുന്നത്, അതും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ വന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ പഞ്ചായത്ത് ലേഖട്ടത്തിലെ 12 പാറമടയ്ക്ക് അനുമതി കൊടുക്കാൻ നീക്കം നടക്കുന്നു എന്ന് പറയുമ്പോൾ പഞ്ചായത്തിന് ഒരു രേഖയില്ലാതെ എങ്ങനെയാണെന്ന് പറയുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിയമം പഞ്ചായത്തിന് കൊടുക്കാമെന്നും പഞ്ചായത്തിന് അധികാരമുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ചെയ്തിട്ടുമില്ല, അങ്ങനെ ഒരു അനുമതി തേടി വന്നിട്ടുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ അവിടെ ഒരു പുകമറ സൃഷ്ടിക്കുക, വ്യക്തതയില്ലാതെ ആരോപണം ഉന്നയിക്കുക, ഒരു വളരെ മോശപ്പെട്ട നിലവാരം കുറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ. കോട്ടയം ജില്ലാ ചെസ് അസോസിയേഷനും ബേക്കർ വിദ്യാപീഠിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കരിപ്പാപ്പറമ്പിൽ KC സെബാസ്റ്റ്യൻ ഇന്റർ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ നിർവഹിച്ചു. മാർ ബെസേലിയ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി സൈറ എലിസബത്തിനെതിരെ കരുക്കൾ നീക്കിയാണ് കളക്ടർ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. So ഞാൻ ഫസ്റ്റ് ടൈം ഇപ്പോൾ ഈ ചെസ് പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പേ ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ രാജസ്ഥാനിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് ഓർ കുറച്ച് ഫുട്ബോൾ ഈ 2 ഗെയിം മാത്രമാണ്, മൂന്നാമത്തെ ഒരു ഗെയിം അല്ല. സോ ഇറ്റ്സ് ഐ എം ഫീലിംഗ് വെരി പ്രിവിലേജ് ടു ബി അമോങ് യു. യു ആർ ദ സ്റ്റാർ. ഐ കൻ സീ വൺ. ഞാൻ കേരളത്തിൽ കൂടി ഒരുപാട് ക്രിക്കറ്റ്, ഒരുപാട് ഫുട്ബോൾ, ഹോക്കി കുറച്ച് സ്ഥലം ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഫസ്റ്റ് ടൈം ചെസ് ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഒരു ടാലന്റ് ഹണ്ട് പോലെ ഒരു പ്രതിയോഗിതയാണ്. ഐ കൻ സി ഇവിടെ ഒരുപാട് ടാലന്റഡ് കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇന്ന് ഈ കോമ്പറ്റീഷൻ മാത്രമല്ല, ഈ ലെർണിംഗ് ഒരു ഇവന്റ് ആണ്. യു ഹാവ് ടു ലേൺ ഫ്രം യുവർ ഓപ്പണന്റ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹിസ് മൈൻഡ്, ദെൻ യു മേക്ക് യുവർ മൂവ്. And I hope after 10-15 years I will see couple of names in TV. When I may not be here, but I will be Trivandrum or Delhi, but I will be seeing your name. Then I will contact our teachers who are giving hard work here. So I think this is my heartiest wish that Kottayam should be the next hub of chess. ബേക്കർ വിദ്യാപീഠ് പ്രിൻസിപ്പൽ ഡോക്ടർ ബെസി എ വർക്കി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലയാള മനോരമ ഡെപ്യൂട്ടി റിസർച്ച് ലീഡ് ജോസഫ് സെബാസ്റ്റ്യൻ, ദേശീയ ചെസ് ആർബിറ്റർ കമ്മീഷണർ ചെയർമാൻ രാജേഷ് നാട്ടകം, കരിപ്പാപ്പറമ്പിൽ കുടുംബയോഗം പ്രസിഡന്റ് ജോ ഡൊമിനിക്, ബേക്കർ വിദ്യാപീഠം ബർസർ വർഗീസ് ജോൺ, ടോണി തോമസ്, ഫിലിപ്പ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. 5 തവണ സംസ്ഥാന ചാമ്പ്യനായിരുന്ന കരിപ്പാപ്പറമ്പിൽ KC സെബാസ്റ്റ്യന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ Under-6, Under-8, Under-10, Under-12, Under-14, Under-16 എന്നീ വിഭാഗങ്ങളിലായി 400-ലധികം സ്കൂൾ കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. 25,000 രൂപ ക്യാഷ് പ്രൈസിന് പുറമെ 120 ട്രോഫികളും കൂടാതെ ആദ്യ 3 സ്ഥാനക്കാർക്ക് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കും. ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ആദ്യ 3 സ്കൂളുകൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പും ലഭിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നെടുങ്കുന്നം ലയൺസ് ക്ലബിന് പുതിയ ഭാരവാഹികൾ. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജേക്കബ് ജോസഫിന്റെ സാന്നിധ്യത്തിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ജെവിൻ സാജുവാണ് നെടുങ്കുന്നം ലയൺസ് ക്ലബിന്റെ പുതിയ പ്രസിഡന്റ്. തുടർച്ചയായി 2ാം തവണയാണ് അദ്ദേഹം പ്രസിഡന്റ് പദവിയിലെത്തുന്നത്. VA ചാക്കോയാണ് സെക്രട്ടറി. സന്തോഷ് E. ജോസഫ് ട്രഷററും സുനിൽ ജോസഫ് അഡ്മിനിസ്ട്രേറ്ററുമാണ്. S. ശ്രീജിത്ത് ഫസ്റ്റ് വൈസ് പ്രസിഡന്റും ജോൺസൺ ജോൺ സെക്കൻഡ് വൈസ് പ്രസിഡന്റുമാണ്. ബിജു ജോസഫാണ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർപേഴ്സൺ. ജോസഫ് ദേവസ്യ മെമ്പർഷിപ്പ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. PG ഹരിലാലാണ് LCIF കോർഡിനേറ്റർ. ധനീഷ് സ്കറിയ ക്ലബ്ബ് സർവീസ് ചെയർപേഴ്സണായും തിരഞ്ഞെടുക്കപ്പെട്ടു. എബ്രഹാം KS, ജോൺസൺ വർഗീസ്, ജെറിൻ ജോസ് എന്നിവർ ബോർഡ് മെമ്പർമാരും. ജസ്റ്റിൻ ജോൺ, ഗോകുൽ G, മാർട്ടിൻ ജോസഫ്, ടോണി ചാക്കോ, മനോജ് S എന്നിവർ മെമ്പർമാരുമാണ്. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജേക്കബ് ജോസഫിന്റെ സാന്നിധ്യത്തിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ജേക്കബ് ജോസഫ് നിർവഹിച്ചു. ഡിസ്ട്രിക്ട് തിരുവനന്തപുരയുടെ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ എന്നുള്ളതിലേക്ക് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം പ്രയോഗിച്ചുകൊണ്ട് ഈ ജെബിൻ സജീവനെ നെടുങ്കുന്നം ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റായി അവതരിപ്പിച്ചതായി അറിയിക്കുന്നു. നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട VO ചാക്കോയെ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് ജെബിൻ സാജു അധ്യക്ഷനായിരുന്നു. ഡോക്ടർ PK ബാലകൃഷ്ണൻ,
TV വർഗീസ്, എബ്രഹാം ജോസ് മണമേൽ, ബിജു ജോസഫ്, സുനിൽ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കൂത്താട്ടുകുളത്ത് ബാറിലുണ്ടായ തർക്കത്തിനിടെ യുവാക്കൾ എയർഗൺ കൊണ്ട് മധ്യവയസ്കനെ തലക്കടിച്ചു വീഴ്ത്തി. 3 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മാറിക അരിശ്ശേരിക്കരയിൽ AK അമൽ, കിഴക്കൊമ്പ് വട്ടപ്പറമ്പിൽ ലിഞ്ചു വി അവരാച്ചൻ, പാലക്കുഴ പഴുക്കനാക്കൽ എൽദോ തങ്കപ്പൻ എന്നിവരെ കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രി 7:30-ക്കാണ് കൂത്താട്ടുകുളം അമൃത ബാറിൽ സംഘർഷമുണ്ടായത്. കോഴിപ്പള്ളി ആലത്താഴത്ത് AC റെജിയെയാണ് കാറിലെത്തിയ യുവാക്കൾ ആദ്യം ആക്രമിച്ചത്. പിടിച്ചു മാറ്റുന്നതിനിടെ റെജിയുടെ സുഹൃത്തുക്കളായ കൂത്താട്ടുകുളം കടുവാക്കുഴിയിൽ കുഞ്ഞിക്കണ്ണൻ, സാബു എന്നിവരെയും ആക്രമിച്ചു. ഇവരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോഡ് ഇറക്കിയ ശേഷം കൂലിയുമായി വരുന്ന ഉടമയെ കാത്ത് തടിപ്പണിക്കാരായ റെജിയും സുഹൃത്തുക്കളും ബാറിന് പുറത്ത് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. കാറിലെത്തിയവർ പ്രകോപനമില്ലാതെ ആക്രമിച്ചതായാണ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ മൊഴി. ആക്രമണം തടയുന്നതിനിടെ റെജിയെ യുവാക്കൾ തോക്കിൻ്റെ പാത്തി കൊണ്ട് തലയുടെ പിൻഭാഗത്തും പുറത്തും അടിച്ചു വീഴ്ത്തി. സാബുവിനും കുഞ്ഞിക്കണ്ണനും തോക്കിൻ്റെ അടിയേറ്റു. സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് പ്രതികളെ പിടികൂടി. പലരും സഞ്ചരിച്ച കാറും തോക്കും കസ്റ്റഡിയിലെടുത്തു. പണി കഴിഞ്ഞ് വന്ന് വർത്താനം പറഞ്ഞ പ്രവേശനം വരുമ്പോൾ ജനറേറ്ററിൻ്റെ അവിടെ ഇരിക്കുക. ഞങ്ങൾ 4-5 പേരുണ്ട്. പിന്നെ അപ്പോൾ ഞങ്ങൾ ലോഡ് കെട്ടാൻ പോയ വണ്ടി വന്നിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വർത്താൻ പറഞ്ഞിരിക്കുക. എന്നുവെച്ചാൽ പറഞ്ഞാൽ അടിക്കാതിച്ച് പോകാതൊക്കെ കണക്കൂട്ടിങ്ങനെ ഇരിക്കുക. അന്നേരമാണ് ഇവർ കാറ് കൊണ്ടുവന്ന് നിർത്തുന്നത്. കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് കൊണ്ട് കാണിക്കുക. ഇതാരാ ഞങ്ങൾക്കും അറിയത്തില്ല. കാറ് തുറന്ന് അവരിറങ്ങി വന്ന് കൂട്ടി നിർത്തി പിടിക്കുക. അപ്പോൾ ഞങ്ങൾ കയറി പിടുത്തായി. അങ്ങനെ പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ തോക്ക് ഡോറ് തുറന്നെടുത്ത് അവർ തോക്ക് ചൂണ്ടും ആദ്യം. രണ്ടാമത്തെ എൻ്റെ പുറത്തിൻ്റെ പുറകിൽ നിന്ന് ഞാൻ ഒത്തിരി പിടിച്ച് മാറി. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കോട്ടയത്ത് പുതിയ വലിയ മൈജി ഫ്യൂച്ചർ ഷോറൂമിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ടൊവിനോ തോമസ് നിർവഹിച്ചു. MC റോഡിൽ മംഗളം പ്രസ്സിന് സമീപം SH മൗണ്ടിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസിക്സ്, ക്രോക്കറി ഐറ്റംസ് എന്നിവ ഈ വിശാല ഷോറൂമിൽ ലഭ്യമാണ്. വമ്പൻ ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം മൈജി ഓണം മാസ് ഓണം ഓഫറിൻ്റെ ഭാഗമായുള്ള 25 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും നേടാനുള്ള അവസരം കൂടി ഉപഭോക്താക്കൾക്ക് ലഭിച്ചു. കോട്ടയം മൈജി ഫ്യൂച്ചറിൻ്റെ ഉദ്ഘാടനത്തിനൊപ്പം മൈജി ഓണം മാസ് ഓണം സീസൺ 3യുടെ 3ാമത്തെ നറുക്കെടുപ്പും നടന്നു. ഓണവിപണിയിൽ ഇതുവരെ കാറുകൾ നേടിയ 6 ഭാഗ്യശാലികളെയും 1 ലക്ഷം രൂപ വീതം നേടിയ 6 ഭാഗ്യശാലികളെയും തിരഞ്ഞെടുത്തു. കൂടാതെ 6 പേർ വീതം ഇൻ്റർനാഷണൽ ട്രിപ്പ്, സ്കൂട്ടർ, ഗോൾഡ് കോയിൻ തുടങ്ങിയ സമ്മാനങ്ങളും നേടി. ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഈ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താവിനെ കാത്തിരിക്കുന്നത്. ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി കോട്ടയത്തിന് സമ്മാനിച്ചത്. ഒപ്പം ഷോറൂം സന്ദർശിച്ചവർക്കും പർച്ചേസ് ചെയ്തവർക്കും ഓരോ മണിക്കൂറിലും 3 ഭാഗ്യശാലികൾക്ക് TV, ഗ്യാസ് സ്റ്റൗ, പാർട്ടി സ്പീക്കർ, സ്മാർട്ട് വാച്ച്, മിക്സർ ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, എയർ ഫ്രയർ തുടങ്ങിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ലക്കി ഡ്രോയിലൂടെ സ്വന്തമാക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. ഒപ്പം സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങളുമുണ്ട്. കോട്ടയം മൈജി ഫ്യൂച്ചർ ഷോറൂമിനൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ മൈജി ഫ്യൂച്ചർ ഷോറൂമിൻ്റെ ഉദ്ഘാടനവും നടന്നു. ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നത്, ഞാനും ഷാജിക്കും പരിചയപ്പെടുന്നത് ഇതുപോലെ കോട്ടയത്ത് വെച്ചിട്ട് മൈജിയുടെ ഒരു ഷോറൂം 2019 ഇനാഗുറേറ്റ് ചെയ്തപ്പോഴാണ്. അവിടെ നിന്ന് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദവും അതിനോടൊപ്പം മൈജിയും ഞാനും ഒക്കെ അത്യാവശ്യം വളരെയും ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അസോസിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ മൈജിയുടെ ബ്രാൻഡ് അംബാസിഡറുകളിൽ ഒരാളായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ഈ 7-ാം തീയതിയാണ് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഒഫീഷ്യലേക്ക് ഉണ്ടായത്. അതിനുശേഷമുള്ള ആദ്യത്തെ ഒരു ഇനാഗുറേഷനാണ്. അതും കോട്ടയത്ത് തന്നെ ആയത് ഭയങ്കര കൗതുകം, ഭയങ്കര സന്തോഷം. മൈജിയുടെ കസ്റ്റമേഴ്സിന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഓഫറാണ് ഈ പ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത്.
25 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളാണ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് മൈയുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് 45 ദിവസം കൊണ്ടാണ് ഇത്രയും ഗിഫ്റ്റുകൾ, സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. വേൾഡിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു ലക്ഷ്യത്തോടുകൂടിയാണ് മൈജിയുടെ യാത്ര. എല്ലാ കസ്റ്റമേഴ്സിനും ഓണാശംസകൾ. ദൃശ്യ ന്യൂസ്, കോട്ടയം. സമദൃഷ്ടി ക്ഷമത വികാസ് മണ്ഡൽ സക്ഷമ കോട്ടയം ജില്ലാ വാർഷിക സമ്മേളനം ഞായറാഴ്ച ചങ്ങനാശ്ശേരി നഗരസഭ ടൗൺ ഹാളിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 3-ന് പെരുന്ന 2-ാം നമ്പർ ബസ് സ്റ്റാൻഡിൽ നിന്നും ദിവ്യാംഗത്വമുള്ളവരെ പങ്കെടുപ്പിച്ച് സ്വാഭിമാന സന്ദേശ റാലി ആരംഭിക്കും. 4:30-ന് നഗരസഭ ടൗൺ ഹാളിൽ ചേരുന്ന പൊതുസമ്മേളനം ഡോക്ടർ RJ ധനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം പ്രസിഡന്റ് ഡോക്ടർ N രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. സക്ഷമ സംസ്ഥാന സമിതി അംഗം ഗോപകുമാർ മറിയപ്പള്ളി മുഖ്യ പ്രഭാഷണം നടത്തും. കാഭ സുരേന്ദ്രൻ സേവാക് സന്ദേശം നൽകും. തുടർന്ന് സഹായോപകരണങ്ങളുടെയും പ്രതിമാസ സാമ്പത്തിക സഹായങ്ങളുടെയും വിതരണം നടക്കും. സ്വാഗത സംഘം ഭാരവാഹികളായ B ഗോപാലകൃഷ്ണൻ, V സതീഷ്, KR ബൈജു, VR പ്രസന്നകുമാരി എന്നിവർ വാർത്താസമ്മേളനത്തിലാണ് പരിപാടികൾ വിശദീകരിച്ചത്. ഞങ്ങളുടെ ഈ വാർഷിക സമ്മേളനം നടക്കുന്നത് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ്. എല്ലാ വർഷവും ഓണത്തിന് ഓണക്കിറ്റ് നൽകുന്നുണ്ട്. 1500 രൂപയുടെ ഓണക്കിറ്റ്. അത് 200 പരം വീടുകളിൽ, കോട്ടയത്ത് ഏകദേശം 600 പരം വീടുകളിലാണ് കോട്ടയം ജില്ലയിൽ നമ്മൾ ഈ 1500 രൂപ പ്രകാരമുള്ള ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. ഭിന്നശേഷി സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുന്ന സക്ഷമം എന്ന സംഘടനയുടെ കോട്ടയം ജില്ലാ സമ്മേളനം ഈ മാസം 24-ാം തീയതി ചങ്ങനാശ്ശേരി വെച്ചാണ് നടത്തപ്പെടുന്നത്. MC റോഡിൽ തിരുവല്ല മഴുവങ്ങാട് ചിറയിൽ തടി കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ഡ്രൈവറും ക്ലീനറും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. ചെങ്ങന്നൂർ ഭാഗത്തു നിന്നും റബ്ബർ തടികൾ കയറ്റി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. സംഭവം അറിഞ്ഞെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ ചേർന്ന് ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഡ്രൈവറെയും ക്ലീനറെയും പുറത്തെത്തിച്ചു. ക്രെയിൻ എത്തിച്ച് തടികൾ നീക്കിയ ശേഷം ലോറി ഉയർത്തി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.